ഹായ്, ഇപ്പോൾ നമ്മളത് കോഴിക്കോട് പെരുമണ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ഷീ സൈക്കിൾ എന്നൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് പോകാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ സീനത്ത്, നാഷണൽ ഷീ സൈക്ലിംഗ് കോർഡിനേറ്ററാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പെരുമണ്ണ EMS ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇത് പ്രകാശ് സാർ, പ്രകാശ് പി ഗോപിനാഥ് സാർ, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഷീ സൈക്ലിംഗ് തുടങ്ങിയിട്ട് 1.5 വർഷത്തോളമായി. 1.5 വർഷത്തിനുള്ളിൽ 550ഓളം സ്ത്രീകളെ പഠിപ്പിച്ചു കഴിഞ്ഞു. 15 വയസ്സ് തുടങ്ങി 75 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസ് എനിക്കുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 4 ഡിഫറെൻറ്റ് ഏബിൾസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവർ കൂടി ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് വളരെ സന്തോഷം. കാരണം അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും. പിന്നെ നമുക്ക് ഇതിലേക്ക് സൈക്കിൾ തന്നിരിക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡെക്കാത്ലോണാണ്. അപ്പോൾ ഡെക്കാത്ലോണ് ഞാൻ ഇതിലൂടെ ഒരു നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ നമ്മുടെ EMS ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷറഫുദ്ദീൻ സാറ്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും. എന്നാലും ഇതൊരു അടിപൊളിയാക്കണമെന്നാണ്. ഇതിലൊരു 35ഓളം പേര് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-20ഓളം പേര് ചവിട്ടി. ഇന്നത്തേക്ക് 3 ദിവസമായി. ഇനി ഒരു 3 ഡേയ്സും കൂടി ഇവിടെ കാണും. ഇത് EMS ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റ് ആണ് ഇവിടെ ഷീ സൈക്ലിംഗ് സംഘടിപ്പിക്കുന്നത്. ഷീ സൈക്ലിംഗ് തികച്ചും സൗജന്യമായിട്ട് സ്ത്രീകളെ സൈക്കിൾ പഠിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അത് ബൈസെക്സ് ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റാണ്. ബൈസെക്സ് ഇന്ത്യയുടെ ഷീ സൈക്ലിങ്ങിൻ്റെ നാഷണൽ കോർഡിനേറ്റേഴ്സായിട്ട് ഞങ്ങൾ രണ്ടുപേരും വോളണ്ടറി ചെയ്യുകയാണ്. പിന്നെ ഇത് നമ്മൾ സ്കൂൾ തലത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ആർക്കും വേണമെങ്കിലും ഇവിടെ വന്ന് പങ്കെടുക്കാവോ? അതെ, അതിനെ പറ്റിയിട്ട് ഒന്ന് നമുക്ക് നാട്ടിൽ എല്ലാ സ്ത്രീകൾക്കും പങ്കെടുക്കാം. കാരണം വീട്ടമ്മമാര്, ആശാ വർക്കേഴ്സ്, കുടുംബശ്രീയിലുള്ള സ്ത്രീകൾ, പിന്നെ അല്ലാതെ വ്യത്യസ്ത മേഖലകളിൽ, അതായത് ഡോക്ടേഴ്സ്, പല മേഖലകളിലുള്ളവരും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡിഫറെൻറ്റ് മേഖലകളിലുള്ള എല്ലാവർക്കും ഇത് പഠിക്കാവുന്നതാണ്. ആദ്യം സീറ്റിൽ പിടിക്കാൻ പാടില്ല, ഹാൻഡിൽ വേണം പിടിക്കാൻ. കേട്ടോ, ഇത് പിടിച്ചൊന്നും തരില്ല, നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നതാണ്. ഓരോ സ്റ്റെപ്പും പറഞ്ഞുതരും. കേട്ടോ, നമ്മൾ പിടിച്ചിട്ട് ചരിക്കുക. ചരിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ കൂടിയല്ല കയറാനുള്ളത്. എപ്പോഴും ഓർക്കുക പുറകിൽ കൂടി ഇങ്ങനെ കാല് വീശി വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. ടോപ്പ് കറക്റ്റ് ആക്കുക. എന്നിട്ട് വേണം സീറ്റിലേക്ക് ഇരിക്കാൻ. അപ്പോൾ കണ്ട, രണ്ടുപേർക്കും കാല് നിലത്തൂത്താൻ പറ്റും. ശ്രദ്ധിച്ച് കേൾക്കണം, ഇവിടെ നോക്കണം. കേട്ടാ, കാല് നിലത്തൂത്താല നേരെ നോക്കണം. റോഡിൽ എങ്ങനെ നടക്കണം? ദൂരേക്ക് നോക്കിയിട്ടല്ലേ? ദൂരെ നോക്കുക. കാല് പെടലിങ്ങനെ ഇങ്ങനെ വെക്കുക. ഈ കാലകത്തി വെക്കണം. കാലകത്തി വെക്കണം എന്തിനാണെന്നറിയാമോ? ഇങ്ങനെ അടുപ്പിച്ചും കൊണ്ടുവന്നാൽ നമ്മിങ്ങ് വീഴും. അപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി കാലാദ്യമേ എടുക്കുമ്പോൾ അകത്തി വെക്കുക. പദ്യം ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ നേരെ നോക്കിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ ചെയ്യണ്ട. ഇങ്ങോട്ട് കടന്നു വെക്കും. ഇവിടെ വന്ന് വെക്കും. ആദ്യം ചെയ്യാനുള്ളത് ഇതാണ്. അത് കഴിഞ്ഞാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. കേട്ടോ, അപ്പം ഞാൻ ഇറങ്ങുമ്പോൾ ഇതുപോലെ തന്നെ അപ്പോൾ
ഞങ്ങൾ ഇതിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു 5 ദിവസത്തേക്കാണ് കണക്കിട്ടാണ്. ഞങ്ങൾ 29-ാം തീയതി തുടങ്ങി, 2-ാം തീയതി അവസാനിക്കും. ഇതിലൊരു 75ഓളം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 5 ദിവസത്തിനുള്ളിൽ നമുക്കൊരു 10, 30, 32 പേരെങ്കിലും പഠിപ്പിക്കാൻ സാധിക്കും. അതുവരെയുള്ളവർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളവർക്ക് നമ്മൾ ഇനിയൊരു ചാൻസ് ഇതുപോലെ കിട്ടുവാണെങ്കിൽ പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടിയോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഞങ്ങളുടെ സൗകര്യം അനുസരിച്ച് വരുന്നതായിരിക്കും. ഇതേപോലെ 5 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്ത് പഠിപ്പിക്കുന്നതായിരിക്കും. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്തുള്ള പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് ഷീ സൈക്ലിംഗ് പഞ്ചായത്തായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവരുടെ വാർഷിക പദ്ധതിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേമാതിരി പെരുമണ്ണ പഞ്ചായത്തും അല്ലെങ്കിൽ അടുത്തുള്ള പഞ്ചായത്തുകളും ഷീ സൈക്ലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതേമാതിരി ഞങ്ങൾ 5 ദിവസത്തെ ക്യാമ്പായിട്ട് വന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. സൈക്കിൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പം ഇനി നിങ്ങളുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2030 50% സ്ത്രീകളെ സൈക്കിൾ സാക്ഷരരാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് നേരത്തെ പറഞ്ഞ മാതിരി പാറക്കടവ് പഞ്ചായത്ത് മാതിരി പെരുമണ്ണ പഞ്ചായത്തും കേരളത്തിലെ ബാക്കിയുള്ള പഞ്ചായത്തുകളും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ നമുക്കൊരു 70ഓളം സ്ത്രീകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലൊരു 30 പേർക്കാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഫേസിൽ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സമയം അനുസരിച്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ഈ 70 പേരെ കൂടാതെ ബാക്കിയുള്ള കുടുംബശ്രീയിലുള്ള സ്ത്രീകളെയും ആശാ വർക്കേഴ്സിനെയും ഇനിയും ഉണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിക്കാനായിട്ട് വീണ്ടും ഇവിടെ തന്നെ വരും. ഇതിന്റെ സമാപന ഉദ്ഘാടനം അങ്ങനെയുള്ള ബാക്കിയുള്ള പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്? ഇവിടെ സൂചിപ്പിച്ചു, പെരുമണ്ണ EMS ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റാണ് ഇത് സംഘടിപ്പിക്കുന്നത്. നേരത്തെ ഞങ്ങൾ ഇവിടെ ഒരു സൈക്കിൾ ക്ലിനിക് എന്നൊരു പ്രോജക്റ്റ് നടപ്പിലാക്കിയിരുന്നു. റിപ്പയർഡ് ബൈസിക്കിൾ ഫോർ റീയൂസ് എന്ന മോട്ടോ ഇതിലായിരുന്നു നമ്മൾ നടപ്പിലാക്കിയത്. അപ്പോൾ കേഡറ്റുകൾ ഈ കേടുവന്ന സൈക്കിളുകൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് റിപ്പയർ ചെയ്ത് കൂട്ടുകാർക്ക്, അർഹരായ കൂട്ടുകാർക്ക് അത് കൊടുക്കുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ദേശം കേഡറ്റുകളിൽ സഹജീവി സ്നേഹം വളർത്തുക, ആരോഗ്യ സംരക്ഷണം, പ്രകൃതി സംരക്ഷണം ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്ന നിലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന ആലോചനയിൽ നിന്നാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് വന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ സാറിനെ വിളിക്കുകയും അപ്പോൾ സാർ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളോട് വിശദീകരിക്കുകയും ചെയ്തു. എനിക്ക് തുടക്കത്തിലൊരു സംശയം ഉണ്ടായിരുന്നു, സാറായിട്ട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു, സ്ത്രീകൾക്ക് എത്രത്തോളം സ്ത്രീകൾ ഇത് പഠിക്കാൻ വരും എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ ഇല്ല, അതിൻ്റെ ഒരു അപ്പോൾ ഒന്ന് അതിനെക്കുറിച്ചുള്ള താല്പര്യം ഒന്ന് ചോദിച്ചു നോക്കാൻ ആവശ്യപ്പെടുകയും കുടുംബശ്രീയിൽ അത് അവതരിപ്പിച്ചപ്പോൾ 10-75ഓളം പേരാണ് താല്പര്യം പ്രകടിപ്പിച്ച് വന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാവർക്കും പ്രാക്ടീസ് കൊടുക്കൽ സാധ്യമല്ല. അങ്ങനെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് നമ്മളൊരു 30ഓളം പേർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഈ സൈക്കിൾ പഠിക്കാൻ ശ്രമിച്ചിട്ടും പഠിക്കാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ 1-2 ദിവസം കൊണ്ട് തന്നെ പഠിക്കാൻ കഴിയുന്ന ആ ഒരു നല്ലൊരു മെത്തേഡിലാണ് സാറും സീനത്ത് മാഡം അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു പ്രോഗ്രാം തന്നെയാണ്. കുട്ടികളിൽ സൈക്ലിങ്ങിനെ കുറിച്ചും ഈവൻ പാരൻസിൽ പോലും സൈക്ലിങ് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി പുതിയ കാലഘട്ടത്തിൽ എന്നുള്ളത് നമ്മുടെ അതുപോലെ കുട്ടികളിലേക്ക് ഇനി ഇതിനെക്കുറിച്ച് ഒരു പാഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സൈക്ലിംഗ് ക്ലബ്ബ് ഇവിടെ ഇതിനെ തുടർന്ന് നമ്മൾ ഇവിടെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് റൈഡ് പോവുക. നമുക്കറിയാം ലഹരിയുടെ കാലത്താണ്. അപ്പോൾ പുതിയൊരു പാഷൻ, പുതിയൊരു ലഹരി, സൈക്ലിംഗ് എന്ന് പറഞ്ഞ ലഹരി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ രാവിലെയൊക്കെ ഡിക്കാത്തലൂൻ്റെ പ്രതിനിധി ഇവിടെ വന്നപ്പോൾ അവർ നമ്മളുമായിട്ട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുറ്റുപാടിനെ അറിയുക. നമ്മൾ പല ദൂരസ്ഥലങ്ങളിലേക്കും ടൂറ് പോയി അവിടെയുള്ള പ്രദേശങ്ങളൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ നമ്മൾ ചുറ്റുപാടിനെ ഇവിടുത്തെ വൈവിധ്യങ്ങളെയും കുറിച്ച് കുട്ടിയൊക്കെ അറിയില്ല. അപ്പോൾ അതറിയാം. അതോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണം, നമ്മളൊരു സീഡ് ബോൾ, വിത്ത് ബോൾ ഉണ്ടാക്കിയിട്ട് ഈ പോകുന്ന വഴിയിലൊക്കെ മരങ്ങൾ വിത്ത് നട്ട് മരങ്ങൾ നട്ട് വളർത്തുക എന്ന ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഏതായാലും പ്രത്യേകം നന്ദി പറയാനുള്ളത് ബൈക്സ് ഇന്ത്യ അതിൻ്റെ സീനിയർ കോർഡിനേറ്റർമാരായ സീനത്ത് മാഡം, പ്രകാശ് സാറ് ഇവരോടാണ്. അപ്പം അതേപോലെ EMS സ്കൂളിലെ പിന്നെ HM, അതേപോലെ PTA ഇവരെല്ലാവരും, രക്ഷിതാക്കൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമ്മളിത് വളരെ വിജയകരമായി പൂർത്തീകരിച്ചത്. ഇനി നമ്മുടെ ഇതിൻ്റെ സമാപന പരിപാടിയിൽ വെച്ചാണ് സൈക്ലിംഗ് ക്ലബിൻ്റെ ഉദ്ഘാടനം. അതോടൊപ്പം ഈ സൈക്കിൾ പൂർത്തീകരിച്ചവർക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് വിതരണം കൂടി അന്ന് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് പറയാനുള്ളത്. നമ്മളിപ്പം ഫോർട്ട് കൊച്ചിയിലാണ് കൂടുതലും സ്ത്രീകളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 312ഓളം പേരെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്.
അത് കൂടാതെ FM-ൽ ചെറിയ പരിപാടികൾ കണ്ടിട്ട് ഒരുപാട് കേരളത്തിൻ്റെ പല സ്ഥലത്തുനിന്ന് വിളിച്ചിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി നമ്മൾ പോയിട്ടുണ്ട്, അങ്കമാലിക്കടുത്ത് മൂഴിക്കുളം ശാലയിൽ പോയിട്ടുണ്ട്, ചേർത്തല പോയിട്ടുണ്ട്, പടവൂർ പോയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് തന്നെ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒരു 600ഓളം സ്ത്രീകളെ ഇതുവരെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിക്കുന്ന സ്ഥലത്തെല്ലാം മാഷ് പറഞ്ഞ SPC കുട്ടികളുടെ ഒരു ക്ലബ്ബ് തുടങ്ങുന്ന മാതിരി സ്ത്രീകളുടെ ഒരു ക്ലബ്ബ് തുടങ്ങി ഇതേമാതിരി അവിടുത്തെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോട്ട്, അല്ലെങ്കിൽ അവർ തന്നെ യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. സൈക്കിൾ പഠിപ്പിക്കുന്ന സാധാരണ മാതിരി കൈ പിടിച്ചിട്ടല്ല. അതെങ്ങനെയാണെന്ന് സീനത്ത് പറയും. സൈക്കിൾ പഠിപ്പിക്കുന്നത് പിടിച്ചു കൊടുത്തല്ല, പിടിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് എപ്പോഴും നമ്മളൊരു സപ്പോർട്ടിങ്ങിന് ആളുണ്ട് എന്നൊരു തോന്നലുണ്ടാവും. മെൻ്റലി അവർക്കൊരു സപ്പോർട്ടിങ് ആണ് കൊടുക്കേണ്ടത്. ഒരു കോൺഫിഡൻസ്, സ്ത്രീകളായതുകൊണ്ട് എപ്പോഴും വീഴോ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. പിടിച്ചു കൊടുക്കാതെ തന്നെ ശരിക്കും ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ അവർക്കത് സ്വന്തമാക്കാൻ കഴിയും. സൈക്കിൾ ചവിട്ടുക ഫ്രീ ആയിട്ട് അവരങ്ങ് ചവിട്ടും. അപ്പോൾ ആ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ലെവലാണ് അവിടെ ഏറ്റവും പ്രധാനം. അതെന്ത് കാര്യമായാലും അങ്ങനെ തന്നെയാണ്. കുട്ടികളായാലും മുതിർന്നവരായാലും എന്തായാലും ചെറിയ കാര്യങ്ങൾക്ക് പോലെ അവരെ നമ്മളിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അതനുസരിച്ച് തന്നെ അവർ ആ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നതോറും അത് അവരങ്ങനെ ചെയ്യും. അതാണ് ഇതിലേക്കൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ച് ആരും സപ്പോർട്ടില്ലാതെ ഞാൻ തനിയെ പഠിച്ചു എന്നൊരു തോന്നൽ അവരുടെ മനസ്സിന് വരുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് സൈക്ലിംഗ് എന്നൊരു കല അല്ലെങ്കിൽ സ്പോർട്സ് അങ്ങനെ ഒരു എക്സസൈസിനുള്ള ഒരു ഉപാധി മാത്രമല്ല, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വേറൊരു സഞ്ചാര സ്വാതന്ത്ര്യമാണ്. സാധാരണ സ്ത്രീകൾക്ക് പുറത്ത് പോകണമെങ്കിൽ സ്കൂട്ടർ ഓടിക്കാത്തവരാണെങ്കിൽ ഭർത്താവോ മകനോ അച്ഛനോ ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഡിപ്പെൻഡ് ചെയ്യാതെ അവർക്ക് പോകാൻ പറ്റും. അവർക്ക് പോകുന്ന സ്ഥലത്ത് ബീച്ചിലാണെങ്കിലോ അല്ലെങ്കിൽ പാർക്കിലാണെങ്കിലോ അല്ലെങ്കിൽ കടയിലാണെങ്കിലോ ചന്തയിലാണെങ്കിലോ റേഷൻ കടയിലൊക്കെ എടുത്ത് സൈക്കിൾ പോകാൻ പറ്റും. ഒട്ടും ചിലവില്ലാതെ തന്നെ പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു വേറൊരു സൈക്കിൾ ചവിട്ട് ആരോഗ്യം മാത്രമല്ല ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. വായു മലിനീകരണമില്ല, ശബ്ദ മലിനീകരണമില്ല. ഞങ്ങൾ സൈക്കിൾ പഠിച്ചു. ഇനി ഞങ്ങളുടെ യാത്ര സൈക്കിളിലൂടെ മാത്രം. വായു മലിനീകരണം, അതേപോലെ തന്നെ ശബ്ദ മലിനീകരണം എന്നിൽ നിന്നൊക്കെ നമുക്ക് മുക്തമാവാനും പറ്റും. അതേപോലെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു കരുത്ത് പകരാനും സൈക്ലിംഗ് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. പെരുമണ്ണ ടൈംസിൽ നിന്നും ജംഷിദ്, കോഴിക്കോട്.